അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12 വെള്ളിയാഴ്ച. 23ാമത് ഫുട്ബോൾ ലോകകപ്പിന് മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ തുടക്കം. മെക്സിക്കോയുടെ സംസ്കാരവും ചരിത്രവും വിളിച്ചോതുന്ന നൃത്ത നാടക പ്രകടനങ്ങളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കൊളംബിയൻ പോപ്പ് താരം ഷക്കീറയും നൈജീരിയൻ ആഫ്രോബീറ്റ് താരം ബർണ ബോയിയും ചേർന്നാണ് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. മനോഹരമായ കരിമരുന്ന് പ്രയോഗം സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തി. ലോകകപ്പ് 2026 ആദ്യ മത്സരത്തിൽ മിന്നും വിജയം കുറിച്ച ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കൻ സംഘം തകർത്തത്. 3 റെഡ് കാർഡുകൾ പിറന്ന മത്സരത്തിന്റെ 9ാം മിനിറ്റിൽ യൂലിയൻ ക്യുനോണസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ 67ാം മിനിറ്റിൽ റൌൾ ജിമനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. ദക്ഷിണാഫ്രിക്കൻ താരങ്ങളായ യായ സിത്തോളയും തെംബ സാനെയും മെക്സിക്കോ താരം സെസാർ മോണ്ടസും മത്സരത്തിൽ റെഡ് കാർഡുകൾ കണ്ടു. ഇറാനെ ആക്രമിക്കുമെന്ന നിലപാടിൽ നിന്ന് US പിന്നോട്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നുവെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അവസാനഘട്ട നിബന്ധനകൾ ഇറാൻ അംഗീകരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്നും ഉടമ്പടി ഒപ്പിടുന്ന ദിവസം തന്നെ ഹോർമുസ് തുറക്കുമെന്നും ചിലപ്പോൾ സമാധാന ഉടമ്പടിയിൽ ഈ ആഴ്ച തന്നെ ഒപ്പിട്ടേക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി അന്തിമ കരാറിലെത്തിയെന്ന വാർത്തകൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ഏതെങ്കിലും തരത്തിലുള്ള കരാറിന്റെ കാര്യത്തിൽ ടെഹ്റാൻ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് വ്യക്തമാക്കി. വാഹനാപകടത്തിൽ കുടുംബനാഥയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നിർണ്ണയിക്കുമ്പോൾ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചു. തുക 3 വർഷത്തിലൊരിക്കൽ 10% വീതം വർദ്ധിപ്പിക്കണമെന്നും ജഡ്ജിമാരായ സഞ്ജയ് കരോൾ, NK സിംഗ് എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. വീടിന്റെ പരിപാലനം രാഷ്ട്രപരിപാലനമാണെന്നും സ്ത്രീയുടെ മരണത്തെ തുടർന്ന് കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം നിശ്ചിത തുകയിൽ ഒതുങ്ങുന്നതല്ലെന്നും കോടതി പറഞ്ഞു. വോട്ട് ചോരിക്ക് ശേഷം രാജ്യത്തിപ്പോൾ നടക്കുന്നത് സീറ്റ് ചോരിയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഭൂരിപക്ഷം ലഭിക്കാൻ വേണ്ടി മറ്റു പാർട്ടികളിൽ നിന്നും MPമാരെ രാജിവെപ്പിച്ച് പിന്നീട് BJP MPമാരാക്കി മാറ്റുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട വിഷയത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ പോലീസിൽ വൻ അഴിച്ചുപണി. P. വിജയനെ ക്രമസമാധാന ചുമതലയുള്ള ADGPയായി നിയമിച്ചു. ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന H. വെങ്കിടേഷിനെ ക്രൈംബ്രാഞ്ച് മേധാവിയായി മാറ്റി. പോലീസ് ആസ്ഥാനത്തെ ADGPയായിരുന്ന S. ശ്രീജിത്തിന് ജയിൽ മേധാവിയായി നിയമനം ലഭിച്ചു. ജയിൽ ADGPയായിരുന്ന ബൽറാം കുമാർ ഉപാധ്യായ ബറ്റാലിയൻ ADGPയാകും. ഇന്റലിജൻസ് മേധാവിയായി ദിനേന്ദ്ര കശ്യപിനെ നിയമിച്ചു. യതീഷ് ചന്ദ്ര എറണാകുളം റേഞ്ച് DIGയാകും. വയനാടിനും കൊല്ലത്തിനും കോഴിക്കോടിനും പുറമെ തിരുവനന്തപുരത്തും ഷിഗല്ല സ്ഥിരീകരിച്ചു. തോന്നയ്ക്കൽ, പുത്തൻതോപ്പ്, ചാക്ക എന്നിവിടങ്ങളിലുള്ള 6 കുട്ടികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. വയനാട് കോളിയാടി സ്കൂളിൽ 9 പേർക്കും കോഴിക്കോട് 3 പേർക്കും കൊല്ലത്ത് 2 പേർക്കും ഷിഗല്ല ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്താകെ 20 പേർക്ക് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യം തൃപ്തികരമാണെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു. രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ തന്നെയെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. പൂനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലം പോസിറ്റീവാണെന്ന് റിപ്പോർട്ട്. 77 പേരുടെ സമ്പർക്ക പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവരിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 14 കുടുംബാംഗങ്ങളും പട്ടികയിലുണ്ട്. ഹൈറിസ്ക് പട്ടികയിലുള്ളവർ ക്വാറന്റൈനിലാണ്. നിപ്പ പരിശോധനാ ഫലത്തിൽ അഭിപ്രായ ഭിന്നതയുമായി മന്ത്രിയും കളക്ടറും.
പൂനെയിൽ നിന്നുള്ള ഫലം ലഭിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. എന്നാൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശോധനാ ഫലം ലഭിച്ചെന്ന് കോഴിക്കോട് കളക്ടർ MS മാധവിക്കുട്ടിയും വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി MLA-മാരായ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും. ശ്യാമള മധുസൂദനൻ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണെന്ന നേതൃത്വം വ്യക്തമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിക്കല്ലെന്നും മറിച്ച് കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം മാനിക്കാതെ സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിച്ച സംസ്ഥാന നേതൃത്വത്തിനാണെന്നും ഇരുവരും ആരോപിച്ചു. RSS സംഘ് ചാലക് മോഹൻ ഭാഗവത് ഇന്ന് തിരുവനന്തപുരത്തെത്തും. അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകിട്ട് 6 മണിവരെ കനത്ത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്നവർ യാത്രകൾ മുൻകൂട്ടി ക്രമീകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു. കേരള വഖഫ് ബോർഡിൽ അമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 2 അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയിലാണ് നടപടി. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. രാജ്യത്തിന്റെ മതനിരപേക്ഷത അപകടത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് വിറ്റഴിക്കുന്നു. റെയിൽവേ തപാൽ മേഖല തകർച്ചയിലാണ്. നിയമന നിരോധനമാണ് ഈ മേഖലയിൽ നടക്കുന്നത്. MG സർവകലാശാല VCയായി സംഘപരിവാറുകാരനെ നിയമിച്ചതും സെനറ്റിൽ 19 RSSകാർ ഉള്ളതും ചൂണ്ടിക്കാട്ടി സർക്കാർ RSSന് കീഴടങ്ങിയെന്ന് അദ്ദേഹം ആരോപിച്ചു. തിരുവനന്തപുരത്തെ കടുത്ത കുടിവെള്ളക്ഷാമത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണുന്നതിനായി ചേർന്ന ഉന്നതതല യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ. ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനും ഓടകൾ വൃത്തിയാക്കാനും തീരശോഷണം തടയാനും പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാനും യോഗം നിർദ്ദേശം നൽകി. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടികൾ എടുക്കാനും തീരുമാനമായി. പാലാ നഗരസഭയിൽ UDFൽ പരസ്യപ്പോര് രൂക്ഷമാകുന്നു. ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടത്തിലിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 കൌൺസിലർമാർ നേതൃത്വത്തിന് കത്തയച്ചു. കോൺഗ്രസ് കൌൺസിലർക്കെതിരെ മോഷണക്കുറ്റം ചുമത്തി അപമാനിച്ചെന്നും കത്തിൽ ആരോപിക്കുന്നു. ചിന്നക്കനാലിൽ ആന കുത്തി പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കാണാനെത്തി. പിണറായി വിജയൻ കുട്ടിയോട് സംസാരിച്ചു. കുട്ടിക്കിപ്പോഴും വേദനയുണ്ടെന്നും അസുഖം മാറുമെന്ന ശുഭപ്രതീക്ഷയാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ മാറിയത് ആന അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒന്നിനും മറുപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസഭാ MP AA റഹീമിന്റെ ചിത്രം ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. MPയുടെ പരാതിയെ തുടർന്നാണ് ശ്രീകാന്ത് പള്ളിക്കത്തോട്, റിയാസ് തത്തോത്ത് എന്നിവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചത്. നടി അൻസിബയ്ക്കെതിരെ കടുത്ത നീക്കവുമായി അമ്മ. മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകി സംഘടനയെ തകർക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് അൻസിബയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് സംഘടന. 17-ാം തീയതിക്ക് മുൻപായി വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്ന 60 വയസ്സുകാരനായ കുഞ്ഞികൃഷ്ണനെ കാണാതായി. 2 ദിവസം മുൻപ് വാർഡിൽ നിന്നും കാണാതായ ഇദ്ദേഹത്തിനായി മകൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ രോഗിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മലപ്പുറത്തും കോഴിക്കോട്ടുമായി ഇന്നലെ 3 പേർ മുങ്ങിമരിച്ചു. മലപ്പുറം അരീക്കോട് ചോലയിൽ വീട്ടിൽ അലിയുടെ മക്കളായ 4ാം ക്ലാസ് വിദ്യാർത്ഥി അഫിയ, 3ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്നാൻ എന്നിവരാണ് കുളത്തിൽ മുങ്ങിമരിച്ചത്. സ്കൂൾ വിട്ടു വന്ന ശേഷം വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയതായിരുന്നു ഇവർ. കോഴിക്കോട് തിരുവങ്ങൂരിലെ പാറക്കുളത്തിൽ മുങ്ങിമരിച്ചത് അത്തോളി സ്വദേശിയും വിദ്യാർത്ഥിയുമായ വിഘ്നേഷാണ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോ 15 ഓയിൽ. ഉടനടി മാറും ടാരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത് വേണി ഡാൻഡ്രോ ക്വിറ്റ്.
the ultimate dandruff solution. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്രവുമായി സഹകരിക്കുമെന്നും വികസിത ഇന്ത്യ സൃഷ്ടിക്കപ്പെടുന്നത് സഹകരണ ഫെഡറലിസത്തിലൂടെയാണെന്നും നീതി ആയോഗ് യോഗത്തിൽ വിജയ് പറഞ്ഞു. നീറ്റ് പരീക്ഷയോടുള്ള എതിർപ്പും യോഗത്തിൽ വിജയ് പരസ്യമാക്കി. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് കനത്ത രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നതിനിടെ കോടിക്കണക്കിന് രൂപ വരുന്ന പാർട്ടി ഫണ്ടും മറ്റാസ്തികളും ആർക്ക് ലഭിക്കുമെന്നതിൽ ചർച്ച. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടിയിലുണ്ടായ വലിയ പിളർപ്പോടെ പണത്തിനും ആസ്തികൾക്കും അവകാശി ആരെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഉത്തർപ്രദേശിലെ ബുന്ധേൽഗഡ് മേഖലയിലുള്ള മഹോബ ജില്ലയിലെ മുധാര ഗ്രാമത്തിൽ കടുത്ത ജലക്ഷാമം കാരണം യുവാക്കൾക്ക് വിവാഹം ആലോചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതായി റിപ്പോർട്ട്. ഗ്രാമത്തിലെ വരണ്ട പൈപ്പുകളും കുടിവെള്ളക്ഷാമവും കാരണം ഇവിടേക്ക് തങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ മറ്റ് ഗ്രാമങ്ങളിലുള്ളവർ മടിക്കുന്നതാണ് യുവാക്കളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മധ്യപ്രദേശിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ 3 ബിജെപി സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതിനെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ അപ്രതീക്ഷിത നീക്കം. ഇതോടെ കോൺഗ്രസിന്റെ നിയമ പോരാട്ടം അപ്രസക്തമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചതിന് പിന്നാലെ ഉയർന്ന അഭ്യൂഹങ്ങൾ തള്ളി തൃണമൂൽ എംപി ശത്രുഘ്നൻ സിൻഹ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്ന മമതാ ബാനർജിയെ ഒരിക്കലും വിട്ടുപോകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മമതയുടെ നിർബന്ധപ്രകാരമാണ് താൻ അസൻസോളിൽ മത്സരിച്ചതെന്നും സിൻഹ കൂട്ടിച്ചേർത്തു. തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ എംപിയായ പ്രകാശ് ചിക് ബരാക് പാർട്ടിയിൽ നിന്നും എംപി സ്ഥാനത്തു നിന്നും രാജിവെച്ചു. പശ്ചിമബംഗാൾ തിരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്നുണ്ടായ ആഭ്യന്തര കലഹമാണ് കൂട്ടരാജിക്ക് കാരണം. ഒരാഴ്ചയ്ക്കിടെ പാർട്ടി വിടുന്ന 3ാമത്തെ രാജ്യസഭാ എംപിയാണ് ഇദ്ദേഹം. ന്യൂസ് ക്ലിക്ക് കേസിൽ കനത്ത തിരിച്ചടിയേറ്റതോടെ ദില്ലി ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള ആലോചനയിൽ ഇഡി. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏജൻസി അന്വേഷണം നടത്തിയതെന്നതടക്കം കോടതി വിമർശനം ഇഡിക്കും ദില്ലി പോലീസിനും കനത്ത പ്രഹരമാണ്. മാധ്യമ സ്ഥാപനത്തിന് നേരെ നടന്ന കേന്ദ്ര സർക്കാർ പകപോക്കലായിരുന്നു കേസെന്ന് തെളിഞ്ഞെന്ന് സിപിഎം പ്രതികരിച്ചു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരിച്ചവരുടെ 96% കുടുംബങ്ങൾക്കും എയർ ഇന്ത്യ 25 ലക്ഷം രൂപ വീതം ഇടക്കാല ധനസഹായം നൽകി. ടാറ്റ സൺസ് പ്രഖ്യാപിച്ച 1 കോടി രൂപയുടെ സഹായവും ഭൂരിഭാഗം പേർക്കും ലഭിച്ചു. അന്തിമ നഷ്ടപരിഹാര ചർച്ചകൾ ആരംഭിച്ചെങ്കിലും ഔദ്യോഗിക റിപ്പോർട്ടിന് ശേഷമേ വിതരണം പൂർത്തിയാകൂ. ഇറാനെതിരെ കടുത്ത ആക്രമണം നടത്തുമെന്ന ഭീഷണിയുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുടർച്ചയായ 3ാം രാത്രിയും ആക്രമണം തുടരുമെന്നാണ് ട്രംപ് ഇന്നലെ അറിയിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാൻ നിയന്ത്രിത കാശ്മീരിലെ റാവൽകോട്ട് നഗരത്തിൽ ജനകീയ പ്രക്ഷോഭത്തിനു നേരെ പാക് സുരക്ഷാസേന വെടിയുതിർത്തു. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം, അമിതമായ വൈദ്യുതി ബിൽ, നികുതി ഭാരം എന്നിവയ്ക്കെതിരെ മാസങ്ങളായി തുടരുന്ന ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ വലിയ അക്രമത്തിലും വെടിവയ്പിലും കലാശിച്ചിരിക്കുന്നത്. ഒമാൻ തീരത്ത് MT ജൽവീർ എന്ന ചരക്കു കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ തീപിടുത്തമുണ്ടായി. കപ്പലിലുണ്ടായിരുന്ന 20 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ആഴ്ച ഒമാൻ തീരത്തുണ്ടാകുന്ന 3ാമത്തെ കപ്പൽ അപകടമാണ് ഇത്. ഒമാൻ തീരത്ത് MT ജൽവീർ കപ്പൽ ആക്രമിച്ചത് തങ്ങളാണെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്ന് എണ്ണ കടത്താൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. യുഎസ് സേന ആവർത്തിച്ച നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അത് പാലിക്കാതെ വന്നതോടെയാണ് കപ്പൽ ആക്രമിച്ചതെന്ന് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ സെൻട്രൽ കമാൻഡ് പറഞ്ഞു. ഈ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതായി കേന്ദ്രമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഇറാൻ യൂറോപ്യൻ യൂണിയന് മുന്നറിയിപ്പ് നൽകി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.